എമ്പുരാൻ ദ ഓവർലോഡ്, ലൂസിഫറിൻ്റെ സെക്കൻഡ് എഡിഷൻ. മലയാളികൾ കാത്തിരുന്ന 2025 ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന്. ഓക്കെ, 27-ാം തീയതി ആയിരുന്നു റിലീസിന് ശേഷം ഞാൻ ഒബ്വിയസ്ലി മാർച്ച് 27-ാം തീയതി ഏതൊരു ഫാൻ ബോയ് എന്നുള്ള രീതിക്കും ടിക്കറ്റ് ബുക്ക്ഡ് ആയിരുന്നു. ഇനിഷ്യൽ ഷോയ്ക്ക് ശേഷം വന്ന മിക്സഡ് റിവ്യൂസ്, ഒത്തിരി കാര്യങ്ങൾ കേട്ടു, ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും കേട്ടു. അങ്ങനെ സ്കെപ്റ്റിക്കലായിട്ടാണ് ഞാൻ പടം കാണാൻ കയറിയത്. എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ, ഓൾറെഡി ടിക്കറ്റ് ബുക്ക്ഡ് ആണ്, അതുപോലെ തന്നെ ഇത്രയും കാത്തിരുന്നൊരു മൂവിയാണ്. എന്തായിരിക്കും സംഭവിച്ചത്? വാട്ട് കുഡ് ഹാവ് ഗോൺ റോങ്? കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ അറ്റാക്ക് ഓൺ എനി വൺ. ഞാൻ കണ്ട തിയേറ്റർ റെസ്പോൺസ്, മോഹൻലാലിന് ആകെ കൂടെ 5 ഡയലോഗേ ഉള്ളൂ. ഓക്കെ, ഒരു പ്രശസ്ത യൂട്യൂബർ പറഞ്ഞു, സഞ്ചാരി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ, ഈ പാട്ടൊക്കെ എന്താ മോഹൻലാലിനെ കാണിക്കുമ്പോൾ ഇതെന്താ ഈ പാട്ട്? വേറൊരാൾ പറഞ്ഞു, ലൂസിഫറിൻ്റെ ഒരു കോണ്ടന്റും ഇതിനകത്തില്ല. അങ്ങനെ പലതരത്തിലുള്ള റെസ്പോൺസസ് കിട്ടും. ഓക്കെ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, എല്ലാവരുടെയും ഒപ്പീനിയൻസിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഐ വാസ് ബ്ലോൺ അവേ. I feel really proud that this kind of movie happened in a small industry like Kerala. ഓക്കെ, ദാറ്റ് ബീയിങ് സെഡ്, ഇതായിരുന്നു എൻ്റെ ഇത്. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടൊരു അനാമോഫിക് ലെൻസ് കംപ്ലീറ്റ്ലി ഷോ, അത് ലൂസിഫറും അങ്ങനെ തന്നെയായിരുന്നു. ടെക്നിക്കലി ഐമാക്സ് ഫോമാറ്റിൽ അത് കൺവേർട്ട് ചെയ്തെടുക്കുകയും ഒരു ഇൻ്റർനാഷണൽ കാസ്റ്റിനെ കൊണ്ടുവരികയും ഒത്തിരി വലിയ സെറ്റ് ഇടുകയും അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ വ്യൂ പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ആദ്യം, എന്തുകൊണ്ട് എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. പറഞ്ഞു വെക്കുന്ന പൊളിറ്റിക്സ്, അതിനകത്ത് സ്പോയിലർ, ഞാൻ പരമാവധി സ്പോയിലർ ഫ്രീ ആയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന പൊളിറ്റിക്സ്, ഇറ്റ്സ് absolutely what's happening inside our country. അതായത് ഇങ്ങനത്തെ പൊളിറ്റിക്സ് പറഞ്ഞു വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസാധ്യ ഗട്ട്സ് വേണം, ചില്ലറ ഗട്ട്സ് പോരാ. അതുകൊണ്ട് തന്നെ ഇത് നോർത്തിൽ ഓടുവോ ഇല്ലയോ, ഇപ്പം തന്നെ ഇറങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷറും റിപ്പർക്കഷൻസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, റിയാലിറ്റിയിൽ എത്രയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ പറ്റി ആയിരിക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ ഒരു 20 മിനിറ്റോളം ആ ഒരു പൊളിറ്റിക്സിൻ്റെ വളരെ വൃത്തികെട്ട നീചമായ മുഖത്തെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പറഞ്ഞു വെക്കുന്ന പൊളിറ്റിക്സ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മുന്നറിയിപ്പ് തന്നെയാണ്. നോക്കിയും കണ്ടും നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നാളെ ഇത് നമുക്കും സംഭവിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മറ്റേ ഹോളിവുഡ് മൂവീസിൽ ഏറ്റവും ക്വാളിറ്റി ഡയറക്ടേഴ്സിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ഷോട്ടും എല്ലാ സീക്വൻസുകളും പുള്ളി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ക്വെന്റിൻ ടാറന്റിനോ, അൽഫോൺസ് പുത്തൻ ഉൾപ്പെടെ എല്ലാവരുടെയും പടത്തിൽ കാണുന്നുണ്ട്, ഇൻസ്പിറേഷൻ ഈസ് ആക്ച്വലി കോപ്പി ഓഫ് സംതിങ് എൽസ്. ഓക്കെ, ദാറ്റ് ബീയിങ് സെഡ്, അതിനകത്ത് ആദ്യത്തെ സീക്വൻസിൽ ഒരു കുതിര തീ പിടിച്ചിട്ട് ഓടുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടേക്കുന്നത് 300-ന്റെ റൈസ് ഓഫ് ദി നേഷൻസിനകത്തോ 300-നകത്തോ അതുപോലത്തെ എപ്പിക് വാർ മൂവീസിനകത്താണ് അത് കണ്ടേക്കുന്നത്. അത് അടിപൊളിയായിട്ട് പുള്ളി ഒരു വെള്ള കുതിര ഒരു തീ പിടിച്ച സ്റ്റേബിളിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു സാധനമുണ്ട്. എടുത്തേക്കുന്ന കോമ്പസിഷനും അതിൻ്റെ ഫ്രെയിമിങ്ങും അതിൻ്റെ കംപ്ലീറ്റ് മൂഡ് സെറ്റ് ചെയ്തേക്കുന്നതും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പടത്തിൻ്റെ ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഡോൺ ഓഫ് ജസ്റ്റിസിനകത്ത് ഈ സെയിം ഡയലോഗ്, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, ഡോൺ ഓഫ് ജസ്റ്റിസിനകത്ത് ഈ സെയിം ഡയലോഗ് പറയുന്നുണ്ട്. അധികാരം, ശക്തി എന്ന് പറയുന്നത് മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് എത്ര നല്ല മനുഷ്യനാണെങ്കിലും മാറ്റാൻ അതിൻ്റേതായിട്ടുള്ള കഴിവുണ്ട്. ആ ഒരു പടം അതാണ് ഇതിനകത്ത് ടെംപ്ലേറ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും 2012 തോന്നുന്നു വാൻറ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. വാൻറ്റേജ് പോയിന്റിൻ്റെ അതുവരെ നമ്മൾ കാണാത്ത രീതിയിലായിരുന്നു വാൻറ്റേജ് പോയിന്റിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ ഇൻസിഡൻറ്റ്, ഒരു അസാസിനേഷൻ ഇൻസിഡൻറ്റ്, അതിനകത്തൊരു 7-8 ക്യാരക്ടേഴ്സിൻ്റെ കണ്ണിൽ കൂടാണ് ഈ കഥ വികസിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് ഓരോ തവണ ഈ സീക്വൻസ് കാണിക്കുമ്പോഴും അതിനകത്ത് ആദ്യം കാണിക്കുന്നത് ഒരു ചീഫ് ഇൻസെക്യൂരിറ്റിയുടെ കണ്ണിൽ കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്ന ഒരു ക്രൗഡിലെ ഒരാളുടെ ആംഗിളിൽ കൂടെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഈ ഇൻസിഡൻറ്റ് കാണിക്കുമ്പോഴും ഓരോ വ്യക്തിയുടെ കണ്ണിൽ കൂടെ ഈ കഥ എക്സ്പാൻഡ് ആവുകയാണ്. ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ആ ഷോട്ട് തന്നെ പലയിടത്തും പിന്നെയും 2, 3, 4 വട്ടം ആ ഷോട്ട് പിന്നെയും കാണിക്കുന്നുണ്ട്. പക്ഷെ ഓരോ വട്ടം കാണിക്കുമ്പോഴും ഓരോ ക്യാരക്ടറിൻ്റെ കണ്ണിൽ കൂടെ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ആവറേജ് മൂവിയിൽ എവിടെയാണ് ഇങ്ങനത്തെ സ്റ്റോറി ടെല്ലിംഗ് നറേഷൻ വന്നിട്ടുള്ളത്? ഒരു പാരലൽ പ്രോഗ്രഷൻ സീക്വൻസിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒരേ സമയത്ത് ഒരാളെ പറ്റി തന്നെ 2 രാജ്യത്തുള്ള ആൾക്കാർ 2 രീതിയിൽ
പുള്ളിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അതായത് എബ്രാം ഖുറേഷി എബ്രാം എന്ന് പറയുന്ന ഈ പറയുന്ന ലൂസിഫർ ആക്സസിനെ പറ്റി അന്വേഷിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി, അത് രസമായിട്ടാണ് അത് ബിൽഡ് ചെയ്ത് പോകുന്നത്. അതായത് ഒരു ക്യാരക്ടർ ആർക്കിലേക്ക് ബിൽഡ് ചെയ്ത് പോകുന്നത് വളരെ രസമായിട്ടാണ്. മൂന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ്, സെറ്റ്, എക്സ്പ്ലോഷൻസ്, വെഹിക്കിൾസ്, എവ്രിതിങ് വാസ് ലാർജർ ദാൻ ലൈഫ്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഏത് ആവറേജ് മലയാളം മൂവിക്കകത്താണ് ഇത് കാണിച്ചിട്ടുള്ളത്? ഈ പറയുന്ന പോലെ ഖർഗോഷ് എന്ന് പറയുന്ന ഗോസ്റ്റ് ടൗൺ, ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ അത് സെറ്റിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അബ്സല്യൂട്ട്ലി മാഗ്നിഫിസൻറ്റ്. അതിനകത്തൊരു ചർച്ചിനകത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങും, അതിനകത്ത് വരുന്ന ഒരു മിലിറ്ററി ലൈക്ക് മിലിറ്ററിക്കാരുടെ ടാക്ടിക്കൽ ടീമിൻ്റെ എൻട്രിയും, അതിനകത്തൊരു ഫേസ് റിവീൽ സീനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനത്തെ ഒരു ഫേസ് റിവീൽ സീൻ പല ഇൻഡസ്ട്രിയിൽ പുൾ ഓഫ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ ക്ലാസ് ആയിട്ടും വളരെ നീറ്റായിട്ടും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഡയലോഗോ അനാവശ്യമായിട്ടുള്ള ഒരു ഇംപ്രഷനോ എക്സ്പ്രഷനോ ഒന്നുമില്ലാതെ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഓറ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത ആ ഫേസ് റിവീൽ സീൻ സാധനം അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന ഡയലോഗാണ് ട്രെയിലറിൽ വരുന്ന ഫേസ് ദ വേൾഡ് എബ്രാം എന്ന് പറഞ്ഞ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ഗോസ് ബംസ് മൊമെന്റ്സ് ഇൻ ദാറ്റ് ഫിലിം ഫോർ മീ. അത് അപ്പാച്ചി ഹെലികോപ്റ്റർ, അത് ഏതോ ഇന്റർവ്യൂവിനകത്ത് ഞാൻ പറയുന്നത് കേട്ടു, ഇവിടെ പെരുമ്പാവൂരിലും കണ്ടത് റെപ്ലിക്ക മോഡൽ ഉണ്ടാക്കിയിട്ടിട്ട് അത് ലേ ലഡാക്കിൽ കൊണ്ടുപോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ പറയുന്നത് കേട്ടു. പക്ഷെ ആ സീക്വൻസ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് പലയിടത്തും ട്രാൻസ്ഫോമേഴ്സ് മൂവിക്കകത്തെ ആ ഒരു സീക്വൻസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പല ഷോട്ടുകളും എടുത്തേക്കുന്നത്. ഈവൻ ഡ്രോൺ ഷോട്ടുകൾ, മലയുടെ മുകളിൽ കൂടെയൊക്കെ പോയി ആ ട്രക്കിനെ ചേസ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ആ ഡ്രോൺ ഷോട്ട്സും ആ ട്രാൻസ്പോർട്ടേഷൻ സീക്വൻസും. ഒരു 3 അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് വരുന്ന സീക്വൻസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ എബ്രാം ഖുറേഷി എന്ന ആളുടെ മോഹൻലാലിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഇൻട്രോയിലൊന്നായിരുന്നത്. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് അത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിനെ എതിർക്കാം, പുച്ഛിക്കാം, കമന്റ് ബോക്സിൽ വന്ന് പൊങ്കലിടാം. ബട്ട് സ്റ്റിൽ വളരെ ചെറിയ പ്രായം തൊട്ടേ ഹോളിവുഡ് മൂവീസ് കണ്ട് അത് ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു മലയാളത്തിൽ അങ്ങനത്തെ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ്ബംസ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട്. ആ ഒരു സീക്വൻസിനകത്ത് തന്നെ ഈ പറയുന്ന പോലെ ഒരു കത്തി നിൽക്കുന്ന ട്രക്കിൻ്റെ ഫ്രെയിമിൻ്റെ അകത്തൂടെ, അതായത് ഒരു വാതിൽ പോലത്തെ ഒരു ഇതിനകത്തൂടെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇങ്ങനെ നിന്ന് കറങ്ങുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അതായത് ടു എവ്രി സീൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ വളരെ അടിപൊളിയായിട്ടായിരുന്നു പുള്ളി അതിനകത്ത് ഇത് ചെയ്തേക്കുന്നത്. ഈവൻ മറ്റേ ഹെലികോപ്റ്റർ റോട്ടർ വെച്ച് വെടിവെക്കുമ്പോഴത്തേക്ക് ആ ബുള്ളറ്റ് താഴോട്ട് വരുന്നത് മെട്രിക്സിനെ ഓർമ്മിപ്പിക്കുന്ന സീനായിരുന്നു അത്. 4-മത്തെ കാര്യം, ആരോ പറയുന്നത് കേട്ടു ലാലേട്ടൻ സ്ഥിരം ഇരുട്ടത്താണ്. എനിക്കത് അറിയില്ല അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ ആർക്ക് തന്നെ ലൂസിഫറാണ്. പുള്ളി ഡാർക്ക്നെസ് ആണ്, ഹീസ് ഓൾവേസ് ദ ഷാഡോ. അതിനകത്ത് പലയിടത്തും പറഞ്ഞു വെക്കുന്നുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ട്രിക്ക് ഡെവിൾ എവർ പുൾഡ് ഔട്ട് വാസ് മേക്കിംഗ് ദ വേൾഡ് ബിലീവ് ദാറ്റ് ഹി നെവർ എക്സിസ്റ്റഡ്. പുള്ളി ഒരിക്കലും വെട്ടത്തോട്ട് വരുന്നില്ല. പുള്ളിയുടെ വെട്ടം, അതായത് പുള്ളി വെളിച്ചത്ത് വരുന്ന ക്യാരക്ടർ ആർക്കാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത്. ആ ക്യാരക്ടർ ആർക്ക് ലൂസിഫർ കൊണ്ട് പറഞ്ഞ് ഓൾമോസ്റ്റ് അവർ അത് ഫിനിഷ് ചെയ്തു. 5 വർഷമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കോ കേരളത്തിലേക്കോ വരാത്ത സ്റ്റീഫൻ നെടുമ്പള്ളി അത് ലൂസിഫറിന്റെ ഫൈനൽ മൊമെന്റിൽ കാണിക്കുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് എബ്രാം ഖുറേഷി എബ്രാം എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആർക്കാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ലൂസിഫർ അത്രയും അധികം ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറ് ഏറ്റവും അധികം ഹുക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ക്യൂരിയോസിറ്റി, അനോണിമിറ്റി എന്ന് പറയുന്നത്. ഈവൻ ഞാൻ വെച്ചേക്കുന്ന മാസ്ക് വരെ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അല്ലെ അനോണിമിറ്റി അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഗിമിക്കായിരിക്കാം. ഓക്കെ, ക്യൂരിയോസിറ്റി ഓൾവേസ് ഓവർറൈഡ്സ് ദ ബ്രെയിൻ. ഓക്കെ, ലൂസിഫറിനകത്ത് എപ്പോഴും സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ്, ഖുറേഷി എബ്രഹാം ആരാണ്, സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ്, ഈ ഒരു ക്യൂരിയസ് ഓറ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇപ്പോഴും ദേ ആർ സ്റ്റിൽ ഹുക്ഡ് ഇൻ ലൂസിഫർ. ബട്ട് ആ വേൾഡ് എക്സ്പാൻഡ് ചെയ്തു. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ നിന്ന് മാറി അതൊരു വൈഡർ റീജിയനിലേക്ക് മാറി. അവിടെ കലാഭവൻ ഷാജോന്റെ അവിഹിതം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വിട്ടു, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും വളരെയധികം അപ്സ്കെയിൽ ചെയ്തു. ആരോ പറയുന്നത് കേട്ടു സുരാജിനെ പോലുള്ള നടന് കാര്യമായിട്ടുള്ള റോള് കൊടുത്തിട്ടില്ല. വളരെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇന്റർനാഷണൽ കാസ്റ്റ് പോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഹോളിവുഡ് മൂവി, അതായത് മലയാളത്തിൽ ജനിച്ച ഒരു ഹോളിവുഡ് മൂവിയാണ്. അതിൻ്റെ എല്ലാ എലമെന്റ്സും അതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഷോട്ടുണ്ട്. വളരെ അടിപൊളി എന്ന് വെച്ചാൽ ലാലേട്ടനെ കംപ്ലീറ്റ് ബ്ലർ ഔട്ട് ചെയ്തിട്ട് ഒരു ബ്രാഞ്ചിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ. ഭയങ്കര രസമായിട്ടാണ് അത് എടുത്തേക്കുന്നത്.
ബട്ട് സ്റ്റിൽ ആവറേജ് മൂവി. ഇതിനകത്ത് അഞ്ചാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് മഞ്ജു വാര്യരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീക്വൻസ് ഉണ്ട്. കണ്ട ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിഷ്യലി ഒരു സ്പീച്ച് പുള്ളിക്കാർ ഡെലിവർ ചെയ്യാൻ പോകുന്നതും ആ സ്പീച്ചിനകത്ത് വോയിസ് മോഡുലേഷൻ ഇല്ലയെന്ന് പറഞ്ഞ മകൾ സാനിയ ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു സാധനം കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ തന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിക്ക് ബൈജുവിൻ്റെ ഒരു നറേറ്റീവും കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഒരു ആറാമത്തെ കാര്യമാണ്, ഒരു മലയാളം മൂവിക്ക് അനോമോഫിക് ലെൻസ് ഐമാക്സിൻ്റെ ഫോമാറ്റിൽ ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റോബോട്ടിക് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്, POV ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കട്ട് സീക്വൻസുകളുണ്ട്, ഇഷ്ടംപോലെ കട്ട് സീക്വൻസുകൾ മാറി മറിഞ്ഞ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല POV ഷോട്ട്സ് ഉണ്ട്, നല്ല ഡ്രോൺ ഷോട്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ വളരെ ഭംഗിയായിട്ടുള്ള കോമ്പോസിഷൻസും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സിൻ്റെ യൂസ് ചെയ്തേക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട്, അതായത് ഒരു ഹോളിവുഡ് മൂവി ഫ്രം ബിഗിനിങ് ടു എൻഡ് ഒരു ഹോളിവുഡ് മൂവിയെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് തോന്നിയ പോരായ്മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് കുഡ് ഹാവ് ബീൻ ബെറ്റർ, BGM കുഡ് ഹാവ് ബീൻ ബെറ്റർ. ടു ബി ഫ്രാങ്ക്, BGM കുഡ് ഹാവ് ബീൻ ഫാർ ബെറ്റർ. അതുപോലെ തന്നെ ടുവേർഡ്സ് എൻഡിങ് ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ്, അനോമോഫിക് ലെൻസ് എന്ന് പറയുന്നത് വൈഡർ സീക്വൻസ് ഷൂട്ട് ചെയ്യാനുള്ള ലെൻസാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് പോലെ ഫൈനൽ ഫൈറ്റ് സീക്വൻസ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി പോർഷൻസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ വേക്കൻറ്റ് സ്പേസ് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു അരോചകം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. ബട്ട് അതർ ദാൻ ദാറ്റ് ദ മൂവി വാസ് പെർഫെക്റ്റ്. ഹോംലാൻഡർ പറയുന്ന പോലെ നിയർ ടു പെർഫെക്റ്റ്, പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കിയുള്ളവർക്ക് അത് ആവറേജ് ആയിട്ട് തോന്നാം. പിന്നെ എന്തുകൊണ്ട് മലയാളി റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ ആയിരുന്നു, ആവറേജ് ആണ് ഫീൽ ചെയ്യുന്നു? എനിക്ക് തോന്നിയൊരു കാര്യം പറയും ഇതിനെപ്പറ്റി. ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മലയാളികൾക്കൊരു പർട്ടിക്കുലർ ടെംപ്ലേറ്റ് ഉണ്ട്. മലയാളികൾക്കെന്നും അന്യഭാഷാ ചിത്രങ്ങളിൽ ലാർജർ ദാൻ ലൈഫ് മൂവീസ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റഷാണ്. പുഷ്പ ഉദാഹരണമാണ്, ഞാൻ ആരെയും കുറച്ച് കാണിക്കുകയൊന്നുമല്ല, ബട്ട് പുഷ്പയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തമ്പുരാൻ മൂവിയാണ്. ഓക്കെ, ഇമോഷണലി ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പലർക്കും പല രീതിയിലുള്ള ഇതുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര രസമായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അതായത് പലയിടത്തും 2000 ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ 2 ഒരു പ്രാവ് പറന്നു പോകുന്ന സീക്വൻസ് ഉണ്ട് ടോം ക്രൂസ് ഇങ്ങനെ നീങ്ങുമ്പോൾ. അങ്ങനത്തെ സെയിം ഒരു സീക്വൻസ് ഇതിനകത്ത് പൃഥ്വിരാജ് കാണിക്കുന്നുണ്ട്. അത് വളരെ മെച്ചമായിട്ട് കാണിച്ചിട്ടുണ്ട്, വളരെ മാന്യമായിട്ട് അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കബൂഗ ഗ്യാങ്ങിനെ മീറ്റ് ചെയ്യാൻ ആ ചർച്ചിനകത്തിരിക്കുമ്പോൾ ലൈറ്റിങ്, അവിടുത്തെ ആംബിയൻസ് ഫുള്ളി സെറ്റ് ചെയ്തേക്കുന്നത്, കമാൻഡോ ഓപ്പറേഷന് മുകളിൽ നിന്ന് മറ്റേ താഴോട്ട് വരുന്നത്, ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് എടുത്തേക്കുന്നത്, ഭയങ്കര രസമായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ട് ആൾക്കാർ ഇത് മിസ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. അവരെപ്പോഴും ദേ ആർ സ്റ്റിൽ ഹുക്ഡ് ഇൻ ലൂസിഫർ. ഓക്കെ, ആ ഒരു ചെറിയ സ്കെയിലിൽ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷൻ എന്താണെന്നുള്ളത് അവർ ഇത് ചെയ്തു. അവർ ഈ പറയുന്ന പോലെ കേരള രാഷ്ട്രീയം വിട്ടു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി. ഈ പറയുന്ന പോലെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി ഇത് ചെയ്യുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് സ്കെയിൽ മാറി. പക്ഷേ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൻ്റെ ആ സ്കെയിൽ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോഴും ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഐ എം റിയലി സോറി ടു സേ ദിസ്. ആരെയും ഞാൻ കുറച്ച് കാണിക്കുകയൊന്നുമല്ല, ജസ്റ്റ് ടെല്ലിങ് വാട്ട് ഐ ഫെൽറ്റ്. അതായത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് പുറത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള എൻറ്റയർലി വേറൊരു രീതിയിൽ, അതായത് ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, പൃഥ്വിരാജിൻ്റെ തന്നെ രണം, ഡിട്രോയിറ്റ് ക്രോസിംഗ് അടിപൊളി പടമായിരുന്നു, നല്ല മൂവിയായിരുന്നു. പക്ഷെ അത് ക്ലിക്കായില്ല. ഓക്കെ, ആഡം ജോൻ പൃഥ്വിരാജിൻ്റെ മൂവിയാണ്, അത് കംപ്ലീറ്റ്ലി മറ്റേ പറയുന്ന പോലെ ആൻറ്റി ക്രൈസ്റ്റ്, ബ്ലാക്ക് മാസ്, കറുത്തച്ഛനെ കൂട്ടുക, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ പോകുന്നത്. അങ്ങനത്തെ മൂവീസ് എത്ര എണ്ണം ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ? ഓക്കെ, ഓൾമോസ്റ്റ് 95% ഷൂട്ട് ചെയ്തത് സ്കോട്ട്ലൻഡിലായിരുന്നു, ക്ലിക്കായില്ല. ഇവിടെ പൃഥ്വിരാജിൻ്റെ തന്നെ പടമാണ്, പൃഥ്വിരാജ്, നിവിൻ പോളി, ഭാവന, ശ്യാമപ്രസാദിൻ്റെ പടമാണ്, നല്ല പാട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത പുറത്താണ്. അടിപൊളിയായിട്ട് ഒരു പോലീസ് ഡ്രാമ എന്നുള്ള രീതിയിൽ ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് അത് പോയേക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളോ സാധനങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് അടിപൊളിയാണ്, ക്ലിക്കായില്ല. അപ്പം മലയാളിക്ക് പൊതുവെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് അന്യഭാഷാ ചിത്രങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്കതൊരു ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് മാറാറുണ്ട്. അതായത് ഇതിനകത്ത് എടുത്തെടുത്ത് അവരെല്ലാം ഇതിനകത്തും പറയുന്നുണ്ട്, എവരി പെനി ഹാസ് ഗോൺ ടു ദ മേക്കിംഗ്. അതായത് എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കോ മൂവി ഇറങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾ വയലന്റ് ആകുന്നത് മാർക്കോ മൂവി കണ്ടിട്ടാന്ന് പറഞ്ഞു. എന്ത് പ്രഹസനമാണ്! അവർ ആദ്യം തൊട്ടേ ക്യാമ്പയിനിങ്ങിന് പറയുന്നുണ്ട്, ഇറ്റ്സ് എ വയലന്റ് മൂവി, ഇറ്റ്സ് സംതിങ് ദാറ്റ് പ്രൊമോട്ട്സ് വയലൻസ്. എന്നിട്ട് അത് പോയി കണ്ടിട്ട് ഇത് വയലന്റ് ആണ്, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? പക്ഷേ ബട്ട് സ്റ്റിൽ ഇറ്റ് ക്രോസ് 100 crores.
ഓക്കെ, ഇതവർ പറയുന്നുണ്ട്, എല്ലാ ഇതും പറയുന്നുണ്ട്, മോഹൻലാൽ റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, എവരി പെനി ഹാസ് ഗോൺ ടു ദ മേക്കിംഗ്. അതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽ അവർ പറയുന്നുണ്ട്. ബഡ്ജറ്റ് ഒഴിച്ച് അവർ പറയുന്നുണ്ട്. ഈവൻ ഐഫോണിനകത്ത് വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അനാമോഫിക് ലെൻസ് ഇന്ന റേഷ്യോയിലുള്ള വെച്ചാണ് ഈ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇന്ന ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ക്യാമറ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വെച്ച് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ മേക്കിംഗ് ആണ് അവരുടെ പ്രയോറിറ്റി. ആ മേക്കിംഗ് കാണാനെങ്കിലും നിങ്ങളൊന്ന് കാണാം, മേക്കിങ്ങിന്റെ പെർസ്പെക്റ്റീവ് കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഞാൻ ഒരു വലിയ മൂവി ക്രിറ്റിക്കോ, എനിക്ക് മൂവി ഡിഗ്രിയോ ഒന്നുമില്ല. ചിലപ്പോൾ കാണുന്ന ആൾക്കാർ പറയുമായിരിക്കും നിനക്ക് എന്താ അധികാരമാണ് പറയാനുള്ളത്, ബട്ട് സ്റ്റിൽ ഐ ഫെൽ ദിസ് വേ. അത് ഞാൻ ഷെയർ ചെയ്യുന്നു. എന്നോട് യോജിക്കുന്ന ആരെങ്കിലും 1-2 പേരെങ്കിലും കാണുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എമ്പുരാൻ കണ്ടിട്ടിറങ്ങിയപ്പോൾ എനിക്ക് വന്ന വികാരവും എനിക്ക് തോന്നിയ കാര്യവും. സോ ഇതായിരുന്നു എമ്പുരാൻ മൂവിയെ പറ്റി എൻ്റെ വേർഡിക്റ്റ് ആൻഡ് എൻ്റെ റിവ്യൂ. ചിലപ്പം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ എന്നോട് യോജിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി അധികം ആൾക്കാർക്ക് ചിലപ്പം ഈർഷ്യ തോന്നുമായിരിക്കാം. ഞാൻ ആരുടെയും ഒരു ഇൻ്റലക്ച്വാലിറ്റിയെ കുറ്റം ചെയ്യുകയോ ആസ്വാദന രീതിയെ തള്ളി പറയുകയൊന്നുമല്ല. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഹാവ് ഓൺലി കമ്മ്യൂണിക്കേറ്റഡ് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് മല്ലു ഓൾഡ്രിഗോ സൈനിങ് ഓഫ്.